വെൽക്കം ബാക്ക് ഗെയിം അറ്റാച്ച്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റിയൽമിയുടെ അപ്കമിങ് സ്മാർട്ട് ഫോണായ ഉടൻ തന്നെ വരാനിരിക്കുന്ന റിയൽമി നിയോ 8 എന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും വീഡിയോ മുഴുവനായി കാണുക. ഇത്തരത്തിലുള്ള വീഡിയോ കാണുവാൻ വേണ്ടി എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള 100 കണക്കിന് വീഡിയോകൾ എൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊസസ്സറിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കോൾക്കോഗൻ സ്നാപ്ഡ്രാഗൺ 8 Gen 5 പ്രൊസസ്സറാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 3 nm ഫാബ്രിക്കേഷനോട് കൂടി വരുന്ന ചിപ്സെറ്റാണ്. LPDDR5X റാമാണ് ഈ ഫോണിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേ 6.78 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് നൽകിയിട്ടുള്ളത്. 165 Hz റീഫ്രഷ് റേറ്റും ബെസൽലെസ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ടൈപ്പുമാണ് ഈ ഫോണിൽ വരുന്നത്. 162 mm ഹൈറ്റ് ആണ് ഈ ഫോൺ വരുന്നത്. 8.3 mm തിക്നെസ്സും ഈ ഫോൺ വരുന്നുണ്ട്. 215 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ബിൽഡ് ബാക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലാസോട് കൂടിയാണ് ഇതിൻ്റെ ബിൽഡ് ബാക്ക് വരുന്നത്. ഡസ്റ്റ് പ്രൂഫ് ചെയ്ത ഒരു ഫോൺ കൂടിയാണ് ഇത്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് പോവുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. പ്രൈമറി 50 MP ക്യാമറയും സെക്കൻഡറി ആയി 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മൂന്നാമതായി വീണ്ടും 50 MP ടെലിഫോട്ടോ ലെൻസുമാണ് വരുന്നത്. വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR വീഡിയോ പ്രോ മോഡ് എന്നിവയും ഈ ഫോണിൻ്റെ ക്യാമറയുടെ മറ്റ് പ്രത്യേകതകളാണ്. ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 60 MP ലെൻസാണ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. ഫുൾ HD 30 FPS അല്ലെങ്കിൽ 60 FPS വരെയാണ് വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ 8000 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. UFS 4.1 സ്റ്റോറേജ് ടൈപ്പാണ് വന്നിട്ടുള്ളത്. സ്റ്റോറേജ് നിങ്ങൾക്ക് ഈ ഒരു ലെവൽ വരെ ലഭ്യമായിട്ടുള്ളൂ. 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ കൂടിയാണ്. GPS, NFC, IR ബ്ലാസ്റ്റർ എന്നിവ ഈ ഫോണിൻ്റെ മറ്റ് കണക്ടിവിറ്റി പ്രത്യേകതകളാണ്. ഈ ഫോണിൻ്റെ സ്പീക്കർ എന്നത് സ്റ്റീരിയോ സ്പീക്കറാണ്. ഫിംഗർ പ്രിൻ്റ് വരുന്നത് അൾട്രാസോണിക് സെൻസറാണ് വന്നിട്ടുള്ളത്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇതെല്ലാം ലോഞ്ചോട് കൺഫേം ആകുന്ന സമയത്ത് ഇതെല്ലാം ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതുവരെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. കൺഫേം ആകുന്നത് വരെയും ഏകദേശം ഇത് തന്നെ ആയിരിക്കും. കൺഫേം ആയാൽ പോലും വരിക എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരും. ഇത്തരത്തിലുള്ള ഒരുപാട് ഫോണുകളുടെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവർ തീർച്ചയായും കയറി കാണുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോകളുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിൽ നല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരിക്കും ബൈ Z